നമുക്ക് സിമ്പിളായിട്ട് ഹമ്പിളായിട്ട് ഒരു എസ്തെറ്റിക് ലുക്ക്, അതായത് വാച്ചിന് ഒരുവിധം എല്ലാവരും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചൊക്കെ ഇടുന്നേരം അതിനോടൊത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ ആക്സസറീസ് ഒക്കെ ഇടും. ബട്ട് നമുക്ക് അതൊരു സിമ്പിളായിട്ട് ബട്ട് കാണാൻ കുറച്ച് എസ്തെറ്റിക്കുമാണ് ആ ഒരു രീതിക്ക് നമുക്ക് ഇട്ടാലോ. അതിന് വേറെന്തേ ഇതേപോലത്തെ ആ ഒരു മുത്തില്ലേ, എത്ര 30-40 കണ്ടാണുള്ളൂ, അതേപോലത്തെ ഇത് വാങ്ങിച്ചാൽ ഒന്നിതേ സിൽവറിനോട് നമുക്കിത് ഈ ഒരു രീതിക്കും ഇത് ഇടാം. പിന്നെ ഗോൾഡൻ കളറാണെങ്കിൽ അതുമേൽ ഗോൾഡൻ ബീഡ്സ് വരുന്ന രീതിക്ക് ആ ഒരു മുത്തും ഞാൻ വാങ്ങിയിട്ടുണ്ട്. സിൽവർ കളറിൽ സിൽവർ വാച്ചിനോട് ഞാൻ വൈറ്റ് ബീഡ്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത്, അതും വാങ്ങിയിട്ടുണ്ട്. ബട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് ഈ ഒരു ഗോൾഡൻ ബീഡ്സ് വരുന്ന ഈ ഒരു സംഭവമാണ്. അതും നമ്മൾ ഇട്ടിട്ട് പിന്നെ ആ ഒരു വാച്ച് കെട്ടുകയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട്, അങ്ങനെയല്ല നല്ല ലുക്ക് ഉണ്ട് കാണാൻ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നുവെച്ചാൽ ഇത് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. കാണാൻ എന്താ കുഴപ്പമില്ല, അത്യാവശ്യത്തിന് നല്ല ഇതുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇത് മാറ്റി മറിച്ചൊക്കെ ഇടാം. ബട്ട് ഞാൻ മറ്റേ കൈമിൽ 2 വീതം ഒന്ന് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കി നോക്കാം. ബട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമായി ആ ഗോൾഡൻ കളർ വാച്ചും പിന്നെ ആ ഒരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ കളർ വരുന്ന ബീഡ്സുള്ള ആ ഒരു വാച്ചും നല്ലതാണ്, അത് നല്ലുണ്ട്. ബട്ട് സിൽവറിനോട് കുറച്ചുകൂടി ചേരുന്നത് ആ ഫസ്റ്റ് ചെന്നായ കളർഫുൾ ബീഡ്സുള്ള ആ ഒരു സംഭവമില്ല, അതാണ്. സോ ഇതാണ് കുറച്ചുകൂടെ എനിക്ക് ചേരുന്നതിനോട് തോന്നുന്നത്. ഞാൻ ഏതാണ് ചേരുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിനോട് എനിക്ക് ഇതും ചേരുന്നുണ്ട്, പിന്നെ മറ്റേതിനോട് ഇതുമാണ് എനിക്ക് ചേരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഷെയർ, ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഗിവ് അവേ നടക്കുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ.